സംഘാടക സമിതി രൂപീകരിച്ചു. കുണ്ടറ താലൂക്ക് ആശുപത്രി കെട്ടിട ഉദ്ഘാടനത്തിനായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ ചേർന്ന യോഗം PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരു വലിയ സന്തോഷത്തിൻ്റെതായ ദിവസമാണ് 19-ാം തീയതി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വന്ന് നമ്മുടെ ആശുപത്രിയുടെ ബഹുനില മന്ദിരം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 78 കോടി രൂപ ചെലവിൽ അനുവദിച്ച ആ കെട്ടിടം പൂർത്തിയാകുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും ചെഞ്ചുറാനി മറ്റ് ജില്ലയിലെ മന്ത്രിമാരും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്നതുകൊണ്ട് അത് എത്രമേൽ മുഖ്യമന്ത്രി തന്നെ വരുന്ന ഒരു ചടങ്ങായതുകൊണ്ട് ജനകീയമാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയാണ് ഇവിടെ നടക്കുന്നത്. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. ബൈജു അധ്യക്ഷത വഹിച്ചു. അതുകൊണ്ട് തന്നെ ഈ നാടിന് അർഹതപ്പെട്ടതാണ് എന്ന് നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം നേരിട്ട് വരുമ്പോൾ അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ആൾക്കൂട്ടമായി ഇത് മാറണം. ഈ നാടിന്റെ ഒരു ഉത്സവമായി മാറണം. നമുക്കൊക്കെ ഈ നാടിന്റെ ചരിത്രാന്വേഷകരാണ് നമ്മളെല്ലാം. ഏതാണ്ട് 105 വർഷത്തിന് മുന്നേ ഒരു ക്ലിനിക്കായിട്ട് ആരംഭിച്ചതാണ്. കാഞ്ഞിരോട് ആരംഭിച്ച സെറാമിക്സിന്റെ സഹായമായി ഒരു നിലയിൽ തുടങ്ങിയതാണ്. പല ഘട്ടങ്ങളായി സഖാവ് MA ബേബി ഇവിടെ നിന്ന് മന്ത്രിയായതിനു ശേഷം ആ ഗവൺമെന്റാണ് 2006-11 ഗവൺമെന്റാണ് ഇതിനെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലായി പ്രഖ്യാപിക്കുന്നത്. ശ്രീമതി ടീച്ചറായിരുന്ന മന്ത്രി. തുടർന്ന് ഇങ്ങോട്ടുള്ള ഇതിന്റെ വളർച്ചയുടെ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. DMO MS അനു, DPM ഡോക്ടർ ദേവകിരൺ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിനോദ് കുമാർ ഓമനക്കുട്ടൻ, S. ശ്യാം, സൈമൺ വർഗീസ്, നെപ്പോളിയൻ, V. മനോജ, വിനീത വിജയൻ, റോസമ്മ മാർഷൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് A. ബിന്ദുമോൾ, SL സജികുമാർ, രാജു D. പണിക്കർ, അഡ്വക്കേറ്റ് സേതുനാഥ്, G. പത്മാകരൻ, ബേബി തോമസ്, ജയദേവി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. 501 അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. അതിനുശേഷമാണ് അവിടെ ഹെഡ് പോസ്റ്റ് ഈ പോസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അത് ഞാൻ പറയാൻ കാര്യം, ആ ഹെഡ് നേഴ്സിന്റെ പോസ്റ്റ് വന്നതിന് ശേഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ നേഴ്സിംഗ് സൂപ്രണ്ടൊക്കെ വേണം. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുമെല്ലാം കിട്ടണം. നമുക്ക് ഒരുപാട് തസ്തികകൾ ഉണ്ടാവണം. ആരോഗ്യ മേഖലയിൽ വിജയകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ലഭിക്കണം. അതെല്ലാം നമുക്ക് ബഹുമാനായ മുഖ്യമന്ത്രിയിൽ നിന്ന് നേടിയെടുക്കണം. പരിഹാരം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങളും ഡോക്ടേഴ്സിന്റെ ബുദ്ധിമുട്ടുകളും മറ്റ് സ്റ്റാഫിന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം ചർച്ച ചെയ്യുകയും ഒരു ഏറെക്കുറെ പരിഹാരം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. അപ്പം എന്തായാലും 19-ാം തീയതി നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാണ്. നമ്മുടെ എല്ലാ സ്വപ്നമായൊരു വലിയ കെട്ടിടവും മറ്റ് സൗകര്യങ്ങളും ഇവിടെ വർഷങ്ങളായിട്ട് ഈ ഹോസ്പിറ്റലിൽ വളരെ പേര് കേട്ട, വളരെ എല്ലാവർക്കും പണ്ട് പോലെ ഞങ്ങളൊക്കെ സർവീസ് കയറിയപ്പം കാലം മുതലേ ഒരുപാട് പേഷ്യൻസ്, ഒരുപാട് അത്യാവശ്യപ്പെട്ട കാര്യം വരുന്ന ഒരു ആശുപത്രിയായിട്ടാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.